ഹലോ ഗൈസ്, നല്ല അടിപൊളി നെയ്മീനാണ് കേട്ടോ. നെയ്മീൻ എന്ന് പറഞ്ഞാൽ അറയ്ക്കാന്ന് പറയും. കോഴിക്കോടൊക്കെ പറയും ഐക്കോറ. ഇവിടെ എറണാകുളം ഭാഗത്തൊക്കെ പറയുന്നത് നെയ്മീൻ എന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഗുരുവായൂരൊക്കെ പറയുന്നത് അറയ്ക്ക. അപ്പോൾ ഞാനിത് വറുക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെക്കാനാണ്, വറുത്തരച്ച് വെക്കാനാണ് കേട്ടോ. ഇതാ ഇവിടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഓരോ സ്പൂൺ വെച്ചേട്ടോ. മുളക് പൊടി 2 സ്പൂൺ. പിന്നെ ഞാൻ ഇത് വറുക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി അരച്ച് വെച്ചതെന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതും കൂടി ചേർക്കണം ഇതിൽ. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക അതിലൊക്കെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനിലേക്കും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഇങ്ങനെ എല്ലാം പരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകാം കേട്ടോ. ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയില്ല, ഒരുവിധം നന്നായി ചതച്ചിട്ട് അത് ഇട്ടു. പിന്നെ ചെറിയ ഉള്ളി ഉണ്ട്, ഇഞ്ചി, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടണം. അത് ഞാനിത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് വറുക്കാൻ തന്നെ കേട്ടോ, വറുക്കണയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മീൻ വറുത്തെടുക്കാം. എല്ലാം കൂടി ഇടാൻ പറ്റുമോ എന്നറിയില്ല. 4 വറുത്തെടുത്തിട്ട് നമുക്ക് ഒരെണ്ണം കൂടി ഇടാം. ഇതാ ഇത്ര ഇട്ടു കേട്ടോ. ഇനി 3 കൂടി ഉണ്ട്, അതും കൂടി ഇടണം. ഇതെല്ലാം ഒരു ദിവസം കഴിക്കാനല്ല കേട്ടോ. ഇത് വറുത്തിട്ട് നമ്മൾ ഒരു വിധം വറുത്ത് കഴിഞ്ഞിട്ട്, വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ആക്കില്ല, ഒരു വിധം വറുത്തിട്ട് ഉള്ളത് എടുത്ത് വെക്കാനാണ് കേട്ടോ. എല്ലാം കൂടി ഒരു ദിവസം കഴിക്കാൻ പറ്റില്ല. ഇന്നത്തേക്ക് 2-3 മാത്രമേ എടുക്കുള്ളൂ. അപ്പം നമുക്ക് 2-3 ദിവസത്തേക്കായി. ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടാവുകയില്ല. കാരണം പകുതി ആക്കിയാൽ മതി, ഹാഫ് കുക്ക്ഡ്. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ എപ്പോഴാണ് എടുക്കണമെന്ന് വെച്ചാൽ വീണ്ടും ഒന്നും കൂടി ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഇപ്പോൾ വറുത്തെടുത്താൽ മതി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അല്ലാതെ അങ്ങനെ തന്നെ നമ്മൾ കഴുകിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ എവിടെ വെക്കുകയാണെങ്കിലും ടേസ്റ്റ് പോവും. മീനിന് ശരിക്കും ടേസ്റ്റ് കിട്ടില്ല. ചാളയ്ക്കാണെങ്കിലും ഒരു കറുത്ത കളറൊക്കെ വരും. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത്, ആ വെള്ളത്തിലിട്ട് വെച്ച് നോക്കിയിട്ടുണ്ട്, പല വിധത്തിലും ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാനിത് മറിച്ചിട്ടു കേട്ടോ. ഇതെനിക്ക് എടുത്ത് വയ്ക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ ഇന്നേക്കല്ല, ഇത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പം ഞാനിത് ഇങ്ങനെ ആ ഉള്ളി ആദ്യം വറുത്തില്ലേ, അത് ഞാനിത് എങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ എടുത്ത് വെക്കണേ. എന്നിട്ട് ഫ്രീസറിൽ വെക്കണ്ട, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മീൻ കഴുകിയിട്ട് നമ്മൾ വയ്ക്കാതെ കുക്ക് ചെയ്യാതെ ആണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കണതാണ് നല്ലത് കേട്ടോ. പക്ഷേ അത് അത്ര ടേസ്റ്റ് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാക്കി തുടങ്ങിയത് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ്, ഗുണം കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയാക്കാൻ തുടങ്ങിയത്. ഇങ്ങനെയാക്കുമ്പോൾ നമുക്ക് ഒരു കേടുമില്ല, ഇപ്പം തന്നെ ഉണ്ടാക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് എടുത്തിട്ട് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുക. വേണമെങ്കിൽ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിലതൊക്കെ ചേർക്കാതില്ല. ഇത് ഫ്രിഡ്ജിൽ വെക്കാനാട്ടോ. ഇത് ചൂടാറി കഴിയുമ്പോൾ, നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരാഴ്ചയൊക്കെ ഇരിക്കും ഇത് ഇങ്ങനെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇന്നത്തേക്കുള്ളത് വറുക്കാനാണ്. ഇനി ഇന്നത്തേക്ക് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് ആദ്യം ഉള്ളിയും ഇഞ്ചിയില്ലേ, അതും കൂടി ഇതിലങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഇതേമാതിരി ചെയ്ത് നോക്കണേ. Thanks for watching video. Thank you so much. Bye.